അമേരിക്ക 2026 ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തെ ഇന്ത്യൻ സമൂഹം നിർണായകമായ നയപരമായ മാറ്റങ്ങളെയും നടപടിക്രമങ്ങളെയും അഭിമുഖീകരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിലുള്ള കുടിയേറ്റ പരിഷ്കാരങ്ങൾ മുതൽ സാംസ്കാരിക നിമിഷങ്ങളും വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ഓരോ കുടിയേറ്റക്കാരന്റെയും ദൈനംദിന ജീവിതം സുഗമമാക്കാൻ സഹായിക്കും. ആദ്യം വിസ ബുള്ളറ്റിനെ കുറിച്ച് വിശദമായി നോക്കാം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ 2026 ഏപ്രിലിലെ വിസ ബുള്ളറ്റിൻ ഗ്രീൻ കാർഡ് അപേക്ഷകർക്ക് ആശ്വാസകരമായ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്. എംപ്ലോയ്മെന്റ് ബേസ്ഡ് വിഭാഗങ്ങളായ EB2, EB3 എന്നിവയിൽ ദൃശ്യമായ മുന്നേറ്റം ദീർഘകാലമായി കാത്തിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഗുണകരമാകും. കുടുംബാംഗങ്ങൾ സ്പോൺസർ ചെയ്യുന്ന F1 വിഭാഗത്തിൽ 6 മാസത്തെ മാറ്റവും ഗ്രീൻ കാർഡ് ഉടമകളുടെ പങ്കാളികൾക്കും ചെറിയ കുട്ടികൾക്കുമുള്ള F2A വിഭാഗം കറന്റായി മാറിയതും പല കുടുംബങ്ങൾക്കും ആശ്വാസം പകരുന്നുണ്ട്. അതേസമയം തട്ടിപ്പുകൾ തടയുന്നതിനായി പാസ്പോർട്ട് വിവരങ്ങളും അധിക രേഖകളും നിർബന്ധമാക്കിക്കൊണ്ട് ഡൈവേഴ്സിറ്റി വിസ പ്രോഗ്രാം ശക്തിപ്പെടുത്തുന്ന പുതിയ നിയമം ഏപ്രിൽ 10 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഹൈതി പോലുള്ള രാജ്യങ്ങളുടെ താൽക്കാലിക സംരക്ഷണ പദവി നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള H1B വിസ പ്രോഗ്രാമിന്റെ ലോട്ടറി വഴി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അറിയിപ്പുകൾ മാർച്ച് 31 ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ നയമനുസരിച്ച് ഉയർന്ന ശമ്പളം ഉള്ളവർക്കാകും മുൻഗണന ലഭിക്കുക. ഏപ്രിൽ 1 സെൻസസ് ദിനം ആചരിക്കപ്പെടുന്നത് 2030 പൂർണ്ണമായ സെൻസസിന് മുന്നോടിയായുള്ള ഒരു പരീക്ഷണമായാണ്. ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ട വീടുകളിൽ ഓൺലൈനായോ നേരിട്ടോ വിവരങ്ങൾ നൽകാനുള്ള ക്ഷണം ലഭിച്ചേക്കും. ഏപ്രിൽ 1 പെസഹ കാലത്തിന്റെ തുടക്കമാണ്. ഏപ്രിൽ 5 ഈസ്റ്റർ ഞായറാഴ്ചയും വരുന്നു. അമേരിക്കൻ ഇന്ത്യക്കാർ എന്നറിയപ്പെടുന്ന തദ്ദേശവാസികളെ സംബന്ധിച്ച് ഇന്ത്യൻ ഹെൽത്ത് സർവീസസ് ബജറ്റുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ സമയത്ത് സജീവമാകും. കൂടാതെ മെഡിക്കെയർ പേയ്മെന്റുകളിലെ പരിഷ്കാരങ്ങൾ ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരുന്നത് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പരിരക്ഷാ ചെലവുകളെ ബാധിച്ചേക്കാം. TSA സ്ക്രീനിംഗിലെ പുതിയ സാങ്കേതിക മാറ്റങ്ങൾ വിസ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് കൂടുതൽ പരിശോധനകൾക്ക് കാരണമായേക്കാം. ഇത് വിമാനത്താവളങ്ങളിൽ സമയം വൈകാൻ ഇടയാക്കും. റിയൽ ID ഇല്ലാത്തവർക്കുള്ള $45 കൺഫേം ID ഫീസ് ഫെബ്രുവരി മുതൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രാവേളയിൽ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നത് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. അതേസമയം ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തുടരുന്ന ഗവൺമെന്റ് ഷട്ട്ഡൗൺ കാരണം വിമാനത്താവളങ്ങളിൽ വലിയ ക്യൂ അനുഭവപ്പെടുന്നുണ്ട്. വിമാനത്താവളങ്ങൾക്ക് സുരക്ഷയൊരുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അഥവാ TSA ഉദ്യോഗസ്ഥർ ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് രാജിവെക്കുകയും കൂട്ട അവധിയെടുക്കുകയും ചെയ്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ജീവനക്കാരുടെ കുറവ് കാരണം വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനയ്ക്ക് സമയം കൂടുതൽ എടുക്കുകയും യാത്രക്കാരുടെ ക്യൂ നീളുകയും ചെയ്യുകയാണ്. സെനറ്റിൽ ഫണ്ടിംഗ് ബില്ല് പാസാക്കിയാൽ മാത്രമേ പ്രതിസന്ധികൾക്ക് പരിഹാരമാകൂ. അവധിക്കാലമായ സ്പ്രിംഗ് സീസണിലെ ഈ പ്രതിസന്ധി ഈസ്റ്റർ വരെ നീണ്ടാൽ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കാം. TSA ജീവനക്കാരുടെ കുറവിനെ തുടർന്ന് പ്രധാന വിമാനത്താവളങ്ങളിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICE ഏജന്റുമാരെ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം ഏപ്രിൽ മാസം അമേരിക്കയിൽ ഫെഡറൽ അവധികൾ ഒന്നുമില്ല.